ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവാൻ ഒരു സാധ്യതയില്ലാത്തതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കില്ല. എന്താ കാരണം പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് അസംബന്ധം നമ്മൾ എന്തുകൊണ്ടാണ്? എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചർച്ച കൂടി വന്ന പരിസ്ഥിതിയിൽ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തൽ കൂടിയാവാം. അപ്പോൾ പറയുന്നതോട് ഞങ്ങൾക്ക് യാതൊരു, കാരണം ഞങ്ങൾ വമ്പിച്ച് വിജയത്തിലേക്ക് പോകാൻ പോവാം. പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നു? ഞങ്ങൾക്ക് ഉത്കണ്ഠയൊന്നുമില്ല, നിങ്ങൾക്കാണ് ഉത്കണ്ഠ. നിങ്ങൾ ചമച്ചുണ്ടാക്കിയ എല്ലാ വാർത്തയും തല്ലിപ്പൊളിയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാവും. നിങ്ങൾ കുറേ ദിവസമായിട്ടല്ല തുടങ്ങിയിട്ട്. ഇപ്പം എന്താ സർവേ, മനോരമേൻ്റെ ഒരു വിഭാഗത്തുള്ള സർവേ, മാതൃഭൂമിയുടെ വേറൊരു വിഭാഗത്തുള്ള സർവേ, എല്ലാ സീറ്റും അവർ ജയിക്കും, 20 സീറ്റും. പിന്നെ എന്തിനാണ് നിങ്ങൾ കൊണ്ടിരിക്കുന്നു ഇവിടെ? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാവണം, ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കോ പോരെ. ഞാൻ പറഞ്ഞല്ലോ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു. പിന്നെ എന്തിനാ നിങ്ങൾക്ക് തോറ്റു കിട്ടുമ്പോഴല്ലേ അതിനെപ്പറ്റി പറയാൻ വാർത്തയുള്ളൂ. ഇല്ലെങ്കിൽ കേൾക്കുന്ന വാർത്ത PM-ൻ്റെയോ? അത് ഏതെല്ലാമാണോ അതെല്ലാം ഏതും കേസേ ഇല്ല. വെറുതെ വർത്തം പറയണം. രാവിലെ കേസൊന്നൊരു കേസേ ഇല്ല, ഒരു കേസും ഇല്ല. രാവിലെ കേസുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രശ്നം വരുന്നുള്ളൂ. ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നേൽക്കുകയാണ്. ലാവ്ലിൻ കേസെന്നൊരു കേസ് ഇപ്പോൾ നിലവിലില്ല. ലാവ്ലിൻ കേസ് വേണമോ എന്ന കാര്യം സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിലുള്ളത്. അത് ഇക്കാലം അത്രയും ഈ CBIയും അതുപോലുള്ള ആളുകളും അത് കൈകാര്യം ചെയ്യുന്ന ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട, ഭയപ്പെടുത്താനും നോക്കണ്ട. അതാ പറഞ്ഞ് ഈ ഓലപ്പാമ്പൊന്നും കാണിച്ചിട്ട് പേടിപ്പിക്കണ്ട. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. പിണറായി വിജയൻ്റെ പേരിൽ ഇന്ന് ഒരൊറ്റ കേസും ഇല്ല, ഒരു FIR ഇല്ല. ഇനി പറയാൻ ചോദിക്കണ്ട അതിൻ്റെ ഭാഗമായിട്ട് അതിലെല്ലാം തീർന്നില്ലേ? ശരി പറഞ്ഞോ. ഈ ഞമ്മത്തെ പറയണ്ട. അവരെല്ലാം BJPയിലേക്ക് പോകുന്നതിനെ പറ്റിയും BJP കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, അത് അയാളെ എപ്പം പോകുന്ന അയാളെ ഇന്നലെയും പറഞ്ഞു, മിഞ്ഞാന്നും പറഞ്ഞല്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകും. അത് ഒരു ഘട്ടത്തിൽ പറയും. അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സുധാകരൻ്റെ അതും പറയും, ഇപ്പുറത്ത് ഇതും പറയും. കേരളത്തിൽ ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇന്ത്യയിൽ അവർക്ക് ഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നില്ല. പോരെ, രണ്ടും കൂടി ആയാൽ ശരിയായില്ലേ? കേരളത്തിൽ ഒരു സീറ്റും കിട്ടൂല, ഇന്ത്യയിൽ ഭൂരിപക്ഷവും കിട്ടൂല. അതില്ലേ? അത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ വരും. ശരിയായ മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം കഴിയുമ്പോഴേക്ക് ശരിയായിട്ട് BJPക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ചാൻസ് കുറവാകുന്നു. ഇപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ തുറന്ന വർഗീയതയിലേക്ക് പോകുന്നത്.